എണീക്കുമ്പോൾ തന്നെ മോനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണ് കേട്ടോ. കാരണം സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം. അങ്ങനെ 8 മണിയാകുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം സെറ്റാവണം. ഉച്ചക്കത്തേക്ക് അവൻ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് തിരിച്ചു കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അവനെ വിടാനുള്ള തിരക്കിനിടയ്ക്ക് കാപ്പി എടുക്കാൻ വിട്ടുപോയി. പിന്നെ അമ്മ എണീറ്റ് വന്ന് എല്ലാവർക്കും കാപ്പിയും ചായയൊക്കെ എടുത്തു. ഇനി കാപ്പി എടുത്ത് വെച്ചിട്ട് വേണം കാച്ചുവിനെ വിളിച്ചെണീപ്പിക്കാൻ. അതൊരു വലിയ പണിയാണ് കേട്ടോ. വിളിക്കുന്നതിനനുസരിച്ച് രാവിലത്തെ തണുപ്പും കൂടെ ആകുമ്പോഴത്തേക്കും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുക തന്നെ പതിവ്. പിന്നെ എങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇത് എനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അല്ലേ. കുഞ്ഞനും കാച്ചിപ്പനും നല്ല ഉറക്കം തന്നെ. സാധാരണഗതിക്ക് കുഞ്ഞനും ഞാൻ എണീക്കുമ്പോൾ തന്നെ എണീക്കും കേട്ടോ. അധിക സമയമൊന്നും കിടക്കില്ല, ഏറിയാലൊരു 10 മിനിറ്റ്. അങ്ങനെ വിളിച്ച് വിളിച്ച് കാച്ചിപ്പൻ അവസാനം മടിയൊക്കെ മാറ്റി എണീറ്റ് വന്നു കേട്ടോ. എന്നാലും ഇടയ്ക്ക് പറയും, അമ്മ എന്നെ ശല്യപ്പെടുത്താതമ്മ, എനിക്ക് ഉറങ്ങണം എന്ന്. പക്ഷേ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആടി തൂങ്ങിയൊക്കെ എണീറ്റ് വന്നൊരു ചെയറിൽ സെറ്റാവും ആൾ. പിന്നെ ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആവും കേട്ടോ. കാശിച്ചേട്ടൻ എണീറ്റ് പോയ പാടെ നമ്മുടെ കുഞ്ഞനും എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് വന്ന പാടെ ഒരു സങ്കടക്കടലാണ് കേട്ടോ. എണീറ്റ് നോക്കുമ്പോഴേ ആളെ കാണണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ മടുത്ത് കിടന്നങ്ങ് കാറും. എടുത്തു കഴിഞ്ഞാലോ ഭയങ്കര സന്തോഷമാണ്. കണ്ടില്ലേ, കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഉറക്കം തൂങ്ങിയായിരിക്കുന്നത്. എന്നാലും കിടന്നുറങ്ങുന്ന ശീലമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എപ്പോഴും തൊട്ടി തന്നെ കിടക്കണം ആളില്ലാണ്ട്. പിന്നെ കുഞ്ഞനെ എടുത്ത് അമ്മയുടെ കയ്യിലാക്കിയിട്ട് നേരെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാനിരുന്നു. അടുത്ത പ്രോസസ്സിങ് എന്താണെന്നല്ലേ, കാച്ചുവിനുള്ള സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറ്, അതായത് ലഞ്ചിനുള്ള പരിപാടീസ് നടത്തണം. ഞാൻ പറഞ്ഞില്ലേ 8 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരുവേ. പിന്നെ ഓവനും അതും ഇതും പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കലാപരിപാടീസൊക്കെ വേഗം നടക്കുമെന്ന് പറയാം. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഗ്യാസേ വെച്ച് തിളപ്പിച്ച് കുറേ സമയം എടുക്കും. അത്യാവശ്യം എല്ലാം ഒന്ന് ആക്കി പെറുക്കി വെച്ചിട്ട് വേണം കാച്ചുവിനെ പഠിപ്പിക്കാൻ. കാച്ചുവിന് എന്നും തന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പം രാവിലെയും കൂടെ എഴുതിപ്പിച്ച് ഒന്നെല്ലാം നോക്കി വിട്ടില്ലെങ്കിൽ ആൾ വട്ടപ്പൂച്ച മേടിച്ചിട്ട് വന്നാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് എന്നും വൈകിട്ടും രാവിലെയും എഴുന്നേപ്പിച്ചിരുന്ന് നോട്ട്ബുക്കൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. കുഞ്ഞൻ അമ്മയുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഞങ്ങളെ എടുത്തുകൊണ്ടിരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. കാച്ചുവിൻ്റെ പഠിപ്പേരും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം ടേബിൾ അനുസരിച്ച് ബുക്കും പുസ്തകമൊക്കെ എടുത്ത് വെക്കണം. പിന്നെ അതെല്ലാം ബാഗിലാക്കാനുള്ള പരിപാടീസാണ്. ഈ പഠിപ്പിക്കുന്നതിലൊക്കെ അർത്ഥം കാണുന്നുണ്ടേ, അതുകൊണ്ടൊരു സന്തോഷമാണ്. കാരണം മിക്കപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും, എല്ലാത്തിനും തന്നെ സ്റ്റാറും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ട് 8-8. അതുപോലെ എല്ലാത്തിനും തന്നെ അത്യാവശ്യം മാർക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം അങ്ങനെ വലിയ പുറകോട്ടൊന്നുമല്ല. മാത്സിന് 10-9, 5-5, അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിൽ വന്ന ആളിൻ്റെ പുറകെ നിൽക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയായി, എങ്ങനെയെങ്കിലും ഒന്ന് ഫോൺ കാണണം കുറച്ച് നേരം. ഈ ഒരു ചിന്താഗതി ഭയങ്കര. അപ്പോൾ അതെല്ലാം മടികളൊക്കെ മാറ്റിയിട്ട് ഒരു നാക്കിനനുസരിച്ച് അങ്ങ് പറഞ്ഞു പോയാലേ ആൾ കൂടെ നിൽക്കുള്ളൂ. സ്കൂളിൽ പോണ ദിവസങ്ങളിലെ പല്ല് തേപ്പ്, കുളിക്കൽ, ഇതൊക്കെ ഞാൻ തന്നെ നടത്തി കൊടുക്കണം. കാരണം അവൻ്റെ വിചാരം അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെന്നാണ്. രാവിലെ എന്നും എണീക്കുമ്പോൾ ഒരു മടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എണീറ്റ് വരുന്നതേ ഒന്ന് പറഞ്ഞു നോക്കും, അമ്മേ ഞാനിന്ന് സ്കൂളിൽ പോകണില്ല എന്ന്. പറ്റില്ല, പോയേ ഒക്കൂ എന്ന് പറഞ്ഞാൽ പല്ല് തേപ്പിക്കുന്നത് മുതലുള്ള എല്ലാ കലാപരിപാടീസും ഞാൻ തന്നെ നടത്തി കൊടുക്കണം. കാരണം എനിക്ക് പോകാൻ ഇഷ്ടമല്ലല്ലോ, ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പോകുന്നത്. ആ ഒരു സെറ്റപ്പാണ് ആശാനം. പിന്നെ പല്ല് തേപ്പിച്ച് ബ്രഷ് കഴുകുന്നോടം വരെയുള്ള പ്രോസസ്സ് എനിക്കാണ്. മുഖം ഞാൻ കഴിയിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും നിന്ന് തരും. പിന്നെ ഫുഡും വാരി കൊടുക്കണം. രാവിലെ എല്ലാത്തിനും ഇങ്ങനെ പുറകെ നിന്നാലേ ആൾ പോകാൻ സെറ്റാവുള്ളൂ. അപ്പോഴേക്കും ഫുഡ് കൊടുത്ത നേരത്തിന് കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചു. പിന്നെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി, ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നേരെ കുളിപ്പിക്കാൻ പോകണം. കുളിച്ച് നേരെ വന്ന് അയ്യോമാ തണുക്കുന്നമ്മാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ തന്നെ സമയം ഏകദേശം 7:45 ഞങ്ങൾ ബസ് വരുന്നതിന് മുന്നായിരിക്കും മിക്കപ്പോഴും അവിടെ ചെല്ലാറ്. കാരണം ഇവിടുന്ന് ഒരു ഓട്ടമാണ് രാവിലെ ഇറങ്ങി. പിന്നെ വേഗം ആശാൻ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടു. ഇതും ഞാൻ തന്നെയാണെന്ന് ചെയ്യിച്ച് കൊടുക്കാറ്. പക്ഷേ ഇന്ന് സമയമില്ല എന്ന് കണ്ടതുകൊണ്ട് പുള്ളി തന്നെ ചെയ്തു കേട്ടോ. ഞങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഓവർ കെയറിങ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അത് സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. പൗഡർ വേണം, ക്രീം വേണം. മുടിയിരുന്നതിന് തനിക്ക് തൻ്റേതായ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈരി കൊടുത്തു കഴിഞ്ഞാലും ഇഷ്ടമല്ല. പറയും, അമ്മ എനിക്ക് മുടി ചീകി തരണ്ട, എനിക്കറിയാം എൻ്റെ മുടി ചീകാനെന്ന്. മുടി ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ച് ആശാനെ ചീകിക്കൊണ്ട് പോകണം. എനിക്കും ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ ഹെയർ സ്റ്റൈല്. കാരണം ഈരി കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ പതിച്ച് വെച്ചേ ചീകി കൊടുക്കുള്ളൂ. അത് അവന് തീരെ ഇഷ്ടമല്ല.
കണ്ടില്ലേ, സുന്ദരനായിട്ടുണ്ടല്ലേ. ഇനി വാച്ച് കയ്യെ കെട്ടാൻ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ടാന്ന്. ഇത് അബിപ്പപ്പ വന്ന സമയത്ത് അബുപ്പപ്പ എനിക്ക് വാച്ച് വേണം അബുപ്പപ്പ എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി ടൗൺ മൊത്തം കയറി ഇറങ്ങി വലിയൊരു കെട്ടുന്ന പോലത്തെ വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അബുപ്പപ്പ മേടിച്ച് കൊടുത്തേൻ കേട്ടോ. ഇപ്പോൾ ആശാന് കെട്ടാൻ ഇഷ്ടമല്ല, സ്കൂളിൽ പിള്ളേർ വഴക്കുണ്ടാക്കുന്നത്രേ. അപ്പോൾ വാച്ച് ഇവിടെ വെച്ചിട്ട് പോകും. പിന്നെ വേഗം പോയി ഷൂ ഒക്കെ ഇട്ട് പോകാനുള്ള കലാപരിപാടീസ് എല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അവനോട് ഞാൻ പറഞ്ഞു, എടാ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുടിയല്ലേ ഈ ചെയ്ത് ഭയങ്കര, മുടി എപ്പോഴും പൊങ്ങിയിരിക്കണം. അപ്പോൾ ഇതാ ഞങ്ങളുടെ കലാപരിപാടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ അടുക്കള വാതൊക്കെ കാണുന്ന അതിഥിയാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കണം, അങ്ങനെ കുറേ പരിപാടീസ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ റെഡിയാക്കി പോവാൻ റെഡിയായിട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുഞ്ഞിൻ്റെ കാലിൽ എന്താ ഈ 2 കാൽത്തള ഇട്ടിരിക്കുന്നതെന്ന്. അത് ഒരു കാലിൽ കാൽത്തളയുടെ മുത്ത് പോയപ്പോൾ മറ്റേ കാലിൽ വെച്ച് ചവിട്ടി കാലിൽ മുറിവായി. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടു. കാരണം എങ്കിലേ തൊട്ടിയിൽ കിടക്കുമ്പോൾ ഉണർന്നാൽ ഈ കൊലുസിൻ്റെ കിലുക്കം കേൾക്കുള്ളൂ. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ടു, അതാണ് വാസ്തവം. അപ്പം പോകാൻ ഞങ്ങൾ 2 പേരും, അതായത് ഞാനും അമ്മയും കുഞ്ഞനും റെഡിയായി കാച്ചുവിന് രാവിലെ സ്കൂളിലും വിട്ടു കേട്ടോ. അപ്പം ഇനി നേരെയുള്ള പോക്ക് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ്. ഒരു ഊബർ എടുത്തു, നേരെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണേ. അപ്പോൾ പുറത്ത് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അത്യാവശ്യം മഴയൊക്കെ മാറി മാനമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ ഒരു രസമുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു അളിച്ചില്ല. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.